നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫെറ്റ ചീസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാലഡാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ചിക്പി, അതായത് വെള്ളക്കടല, ഉപ്പ് ചേർത്ത് കുതിർത്ത വെള്ളക്കടല 2 കപ്പ്, കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഫെറ്റ ചീസാണ്. അത് നമ്മളൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തക്കാളി വേണം, 2 തക്കാളി കനം കുറച്ച് നീളത്തിലരിഞ്ഞത്. ഇത് ഒരു സവോള തൊലി കളഞ്ഞ് നീളത്തിലരിഞ്ഞത്. ഇത് ഒരു സാലഡ് കുക്കുംബർ നമ്മൾ വട്ടത്തിലരിഞ്ഞിട്ട് ഒന്നുകൂടി കട്ട് ചെയ്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്, അതുപോലെ തന്നെ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര്, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒലിവ് ഓയിൽ വേണം, കുറച്ച് വെള്ളം വേണം, അതുപോലെ തന്നെ ഒരു അവക്കാഡോ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മല്ലിയില. ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ ഫെറ്റ ചീസ് സാലഡ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഈ ഫെറ്റ ചീസ് സാലഡ് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളൊരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറോ നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് ചേർക്കണം. ഇനി നമുക്ക് ആപ്പിൾ സൈഡർ വിനീഗർ 1 ടേബിൾ സ്പൂൺ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് നാരങ്ങാനീര് ചേർത്താലും മതി. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇനി ഈ ബോട്ടിലിൽ നമ്മളെല്ലാം ചേർത്തു നന്നായിട്ട് ഷേക്ക് ചെയ്ത് ഈ സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കുക. ഇനി ഒരു വലിയ ബോൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത വെള്ളക്കടല ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്നതാണ്, ഇത് ചേർക്കാം. അതുപോലെ തന്നെ സാലഡ് കുക്കുംബർ ചേർക്കാം. ഇനി തക്കാളി ചേർക്കണം. ഇത് 2 ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് സവോള തൊലി കളഞ്ഞ് നീളത്തിലരിഞ്ഞതാണ്, ഇത് ചേർക്കാം. ഇത് അവക്കാഡോ ആണ്, ഒരു ചെറിയ അവക്കാഡോ ആണ് എനിക്ക് കിട്ടിയത്, അത് ചേർക്കുന്നുണ്ട്. നമുക്ക് ഫെറ്റ ചീസ് ചേർക്കാം. ഇത് ചീസ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ശരിക്കും ഈ ഗോട്ട് മിൽക്കും അതുപോലെ തന്നെ ഷീപ്പ് മിൽക്കും കൂടി മിക്സ് ചെയ്ത് അത് ആ പാൽ വെച്ചിട്ട്, ആട്ടുംപാൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചീസാണ്. നമുക്ക് മല്ലിയില ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ സാലഡ് ഡ്രസ്സിങ് നമ്മൾ റെഡിയാക്കിയ ഈ വെജിറ്റബിളൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചതിലോട്ട് നമ്മൾ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സാലഡാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളക്കടലയും അതുപോലെ തന്നെ ചീസും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് താനും. അപ്പം ഈ സാലഡൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു മീൽ ഒഴിവാക്കിയിട്ട് അതിന് പകരം ഒരു ഫുൾ മീലായിട്ട് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ പ്രോട്ടീനും വെജിറ്റബിൾസിൻ്റെ ഫൈബറും എല്ലാം ഉണ്ട്. അപ്പോൾ വളരെ ന്യൂട്രീഷ്യസ് ആണ്. ഇപ്പം നമ്മളൊരു വെയിറ്റ് ലോസ് ജേർണിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സാലഡ് വെച്ചിട്ട് ഒരു മീല് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് തയ്യാറാക്കിയത് ചിക്പീ സാലഡാണ്. ഫെറ്റ ചീസൊക്കെ ചേർത്തിട്ടുള്ളൊരു ചിക്പീ സാലഡാണ്. ഇത് വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ ഒരു ഫുൾ മീലായിട്ടുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇപ്പം ചൂടൊക്കെ കൂടി വരുവാണല്ലോ, അപ്പം ഈ സമയത്ത് നമ്മൾ കൂടുതൽ വെജിറ്റബിൾസും സാലഡ്സും ഒക്കെ കഴിക്കണം. അതിനൊക്കെ നമുക്ക് പറ്റുന്ന ഒരു സാലഡാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.